വിവരാവകാശ കമ്മീഷനെ പറ്റിയുള്ള കുറച്ച് പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ വിവരാവകാശ പ്രസ്ഥാനം രൂപം കൊള്ളാനിടയായ സംഭവം നടന്ന രാജസ്ഥാനിലെ പ്രദേശം ഭീം തഹസിൽ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 22-നായിരുന്നു. അവതരിപ്പിച്ചത് ജൂലൈ 19. വിവരാവകാശ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച മന്ത്രി ജിതേന്ദ്ര സിംഗ്. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് സെക്യൂരിറ്റി സ്ഥാപനങ്ങളുടെ പട്ടിക ഏത് ഷെഡ്യൂളിലാണുള്ളത്? 2-ാം ഷെഡ്യൂൾ. വിവരാവകാശ നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25-നായിരുന്നു. വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച വിശദാംശങ്ങൾ ഏത് ഷെഡ്യൂളിലാണുള്ളത്? 1-ാം ഷെഡ്യൂൾ. വിവരാവകാശ നിയമ ഭേദഗതി നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. വിവരാവകാശ നിയമപ്രകാരമുള്ള 2-ാം അപ്പീൽ തീർപ്പാക്കുന്നതിനുള്ള കാലപരിധി എത്രയാണ്? കാലപരിധി നിഷ്കർഷിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ പൊതു അധികാരികളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രഖ്യാപിച്ചത് 2013 ജൂൺ 3. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ്? രാഷ്ട്രപതിയുടെ മുമ്പാകെ. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഏത് പേരാണ് അറിയപ്പെടുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിലായത് 2019 നവംബർ 13 മുതലാണ്. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമായിരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ മുൻ ആസ്ഥാനം ഓഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും ശമ്പളം, അലവൻസുകൾ, മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേര് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന പ്രധാനമന്ത്രി തലവനായ സമിതിയിലെ മറ്റ് അംഗങ്ങൾ ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് CAC ഭവൻ എന്നാണ്. ഇന്ത്യയിലെ 2-ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ AN തിവാരി. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ 2-ാമത്തെ വനിത സുഷമ സിംഗ്.